Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം, അതായത് C++ലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. അതായത് ഒരു C++ കോഡ് ഏറ്റവും മിനിമലായിട്ട് നിങ്ങൾ എഴുതണമെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതിലെ ഓരോ പാർട്സും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു കോഡ് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കോഡ് ബ്ലോക്സിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ് ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ആദ്യത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിൻടാക്സ് കാണാൻ കഴിയും, #include IOStream എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ഹെഡേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു ലൈൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ IOStream എന്ന് പറയുന്നത് ഒരു ഹെഡർ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷനാലിറ്റീസ്, ഇപ്പോൾ നമ്മുടെ ഈ ഹലോ വേൾഡ് വന്നിരിക്കുന്നത് Cout എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നിന്ന്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ IOStream ആണ്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു എററാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുമ്പോൾ വരുന്ന എറർ, അപ്പോൾ പലപ്പോഴും ചില എറേഴ്സൊക്കെ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, പക്ഷേ എന്നാലും ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മാറ്റുമ്പോൾ കോഡ് എങ്ങനെയാണ് ഔട്ട്പുട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മെയിൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ C ആണെങ്കിലും ജാവ ആണെങ്കിലും C++ ആണെങ്കിലും എല്ലാത്തിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫങ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും മെയിനിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരു C++ കോഡ് നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ അതിൽ മസ്റ്റായിട്ടും ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് ആർഗ്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സൊക്കെ നമ്മൾ ഫങ്ഷൻസ് പഠിക്കുന്ന സമയത്തായിരിക്കും പറയുന്നത്. അത് കഴിഞ്ഞ് ഈ രണ്ട് ബ്രാക്കറ്റ്സ്, ഇതിനെ നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്, ഇത്രയും ഒരു സെക്ഷനെ നമ്മളൊരു ബ്ലോക്ക് എന്നാണ് പറയുന്നത്. പ്രോഗ്രാമിങ്ങിൽ ജനറലി യൂസ് ചെയ്യുന്ന ടൈമാണ് ഒരു ബ്ലോക്ക്. ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ബ്രേസിൻ്റെയും ക്ലോസ് ബ്രേസിൻ്റെയും ഇടയ്ക്ക് വരുന്ന കോഡിനെയാണ് നമ്മളൊരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ കാണാൻ പറ്റും, std::Cout ഹലോ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺസോളാണ്. അപ്പോൾ ഇത് വെബ് ബേസ്ഡ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്ക് വെബിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് കോഡ് എഡിറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ കമാൻഡ് ലൈൻ വിൻഡോ അല്ലെങ്കിൽ കൺസോൾ വിൻഡോയിലാണ്. അപ്പോൾ Cout എന്ന് പറയുന്നത് നമുക്ക് കൺസോൾ വിൻഡോയിലേക്ക് അല്ലെങ്കിൽ കമാൻഡ് ലൈനിലേക്ക് ഔട്ട്പുട്ട് പാസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് C++ൽ. അപ്പോൾ അതിൽ ഇതൊക്കെ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഈ രണ്ട് ആരോസ്. അത് കഴിഞ്ഞ് നമ്മൾ കോഡ്സിൽ സ്ട്രിംഗ് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എൻഡ് ചെയ്യുന്നത് ഒരു സെമി കോളനിലാണ്. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ഒരു 6th ലൈൻ, ഇതിനെ നമ്മൾ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു സെമി കോളനിൽ ആയിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റിട്ടേൺ 0 എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ലൈൻ ഓഫ് കോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീജർ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് നെയിമാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റീജർ വാല്യൂ 0 ആണ് നമ്മുടെ പ്രോഗ്രാം ലാസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫങ്ഷൻസ് പഠിക്കുമ്പോഴായിരിക്കും പറയുന്നത്.
അപ്പോൾ നോർമലി ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി എക്സിറ്റ് ആകുമ്പോൾ അതിൻ്റെ എക്സിറ്റ്സ് കോഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രോഗ്രാം ഒരു എറർ അടിച്ചാണ് സ്റ്റോപ്പ് ആവുന്നതെങ്കിൽ അതിൻ്റെ എക്സിറ്റ് കോഡ് നോർമലി വേറെ ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ. ഒരു ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു C++ കോഡ് എഴുതണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇതിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഈ ഒരു സിൻടാക്സിന് പകരം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. യൂസിങ് നെയിം സ്പേസ് std എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കാരണം ഈ cout എന്ന് പറയുന്നത് വരുന്നത് നമുക്ക് std എന്ന് പറയുന്ന ഒരു ലൈബ്രറി അല്ലെങ്കിൽ ആ ഒരു കോർ സാധനത്തിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മോളിൽ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് cout എന്ന് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ cout സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എത്ര വേണമെങ്കിലും ഇവിടെ കൊടുത്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് ഒറ്റ ലൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും മിനിമലായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഇതാണ്. പിന്നെ നിങ്ങളിവിടെ ഹെഡർ, ഈ ഹാഷ് ഇൻക്ലൂഡ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഹെഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെമിക്കോളൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാത്രം ഒരു സെമിക്കോളനിൽ എൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ ഒരു സെമിക്കോളൻ കഴിഞ്ഞ് ഒരു ലൈനിൽ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. പ്രോഗ്രാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം റീഡബിലിറ്റി, അതായത് കോഡിൻ്റെ റീഡബിലിറ്റി എപ്പോഴും അതൊരു പ്രോബ്ലം ആയിരിക്കും. കാരണം കോഡ് ഒരുപാട് വലുതാവുന്ന കേസിൽ നമുക്ക് ഒരു ലൈനിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.